ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളായിരുന്നു നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അരുമരക്ഷകനായ കർത്താവ് തന്നെ വീണ്ടും ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നിക്കോദിമോസിനോട് പറയുന്ന ആ സംഭാഷണമാണ് നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ ഭൗതിക ജനനത്തിന് അഥവാ ഫിസിക്കൽ ബർത്തിന് ഫിസിക്കൽ പേരൻസ് ഉള്ളതുപോലെ, ഭൗതിക മാതാപിതാക്കൾ ഉള്ളതുപോലെ, സ്പിരിച്വൽ ബർത്തിന് അല്ലെങ്കിൽ വീണ്ടും ജനനത്തിന് സ്പിരിച്വൽ പേരൻസ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഭൗതിക ജനനത്തിന് ഫിസിക്കൽ ബർത്തിന് അപ്പനും അമ്മയും ഉള്ളതുപോലെ തന്നെ ആത്മീയ ജനനത്തിന്റെയും അപ്പനും അമ്മയുമാണ് കർത്താവിടെ പറയുന്ന വെള്ളവും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത്. വെള്ളം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ ആണെന്നും ആത്മാവെന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണെന്നും നാം ചിന്തിച്ചു കഴിഞ്ഞു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ സുവിശേഷം എന്ന സത്യവചനം കേട്ടിട്ട് വിശ്വസിക്കുകയും വിശ്വസിച്ചിട്ട് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയും ചെയ്തിരിക്കുന്നുവെന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോ നാം രക്ഷിക്കപ്പെടുന്നതിനായിട്ട് സുവിശേഷം എന്ന സത്യവചനം ആദ്യം കേൾക്കണം, കേട്ടിട്ട് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് ദൈവം വീണ്ടെടുപ്പിനെ ഗ്യാരണ്ടി ചെയ്തുകൊണ്ട്, ഉറപ്പ് തന്നുകൊണ്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. We will be sealed by the Holy Spirit for the day of redemption. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് താൻ വരുമ്പോൾ ആ ദിവസം നാം കാണപ്പെടുവാൻ തക്കവണ്ണം യഥാർത്ഥത്തിൽ ദൈവവചനം, സത്യവചനം, സുവിശേഷം കേട്ട് വിശ്വസിച്ച എല്ലാവരെയും കർത്താവ് തന്റെ രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് വീണ്ടെടുപ്പ് നാളിനായി സൂക്ഷിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഗ്രേസ്, തന്റെ മഹത്വത്തിന്റെ, കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. കാരണം നാം കൃപയാൽ രക്ഷിക്കപ്പെടുന്നു. ആ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മെ വീണ്ടെടുപ്പ് നാളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്. അപ്പോ നമ്മുടെ സ്പിരിച്വൽ പേരൻസ് എന്ന് പറയുന്നത് വെള്ളവും ആത്മാവും എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. സോ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രം ഡീജനറേഷൻ ടു റീജനറേഷൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നല്ല പ്രവൃത്തിയെ നമ്മൾ ആരംഭിക്കുന്നത് ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് നാം റോമാലേഖനത്തിൽ വായിക്കുന്നു. അപ്പൊ കർത്താവിനെ കൂടാതെയുള്ള എല്ലാ ജീവിതങ്ങളും നാശത്തിലേക്ക് പോകുന്ന, ഡീജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരിൽ ആ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അത് ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീജനറേഷൻ, വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പിന്റെ പ്രക്രിയ ആരംഭിക്കുന്നു. ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ നൽകിക്കൊണ്ട് വീണ്ടെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അഥവാ നാശത്തിൽ നിന്ന് രക്ഷയിലേക്ക്, മരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മുടെ പാപഭാരം നീങ്ങിപ്പോകുന്നു, ആത്മസന്തോഷം നമുക്ക് ലഭിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. വീണ്ടും ജനനത്തിന്റെ അടയാളമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം തരും. റോമാലേഖനം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന് ദൈവത്തോട് സമാധാനം ലഭിക്കുന്നു. ദൈവത്തോടുള്ള സമാധാനം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം അവന് ലഭിക്കുന്നു. മാത്രമല്ല അവനെ ദൈവം നീതീകരിക്കുന്നു. വിശ്വാസത്താൽ ആ വ്യക്തിയെ ദൈവം നീതീകരിക്കുന്നു. മാത്രമല്ല എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് ഒടുവിലത്തെ നാളിൽ യജമാനൻ പറയുന്നത് പോലെ ആ സന്തോഷം ഇപ്പോഴേ നമുക്ക് അനുഭവവേദ്യമായി തീരുന്നു. അതുകൊണ്ടാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന് നാം വായിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായം
13-ാമത്തെ വാക്യം. അപ്പോ നമുക്കറിയാം, സങ്കീർത്തനം 16-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തില് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അപ്പോ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ബോണ്ടേജിൽ നിന്ന് രക്ഷ പ്രാപിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ മിരിയാം തപ്പെടുത്ത് പാടി നൃത്തം ചെയ്തു. അതുപോലെ ഒരു ആത്മീക സന്തോഷത്തിലേക്ക് ഒരു ദൈവ പൈതൽ പ്രവേശിക്കുകയാണ്. പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണതയിലേക്ക്, അവന്റെ വലതുഭാഗത്തെ പ്രമോദത്തിലേക്ക് ഒരു ദൈവ പൈതൽ പ്രവേശിക്കുന്നു. അഥവാ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നു. ദാവീദ് രാജാവ് 51-ാം സങ്കീർത്തനത്തിലും പറയുന്നുണ്ടല്ലോ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ തിരിച്ചറിവുണ്ടാകുകയുള്ളൂ. വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമേ ആ ആത്മസന്തോഷം യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നുള്ളൂ. അത് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കള് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ആ നിലയിൽ ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ സന്തോഷത്തെക്കുറിച്ച് അവർ അജ്ഞരായിത്തീരുന്നു. അത് അവർക്ക് മനസ്സിലാകാതെ പോകുന്നു. ഇപ്പോ നാം ചിന്തിച്ചു, സ്പിരിച്വൽ ബർത്തിന് വെള്ളവും ആത്മാവും എന്ന് കർത്താവ് പറയുന്നത് ദൈവവചനവും പരിശുദ്ധാത്മാവും ആണ് ഈ വീണ്ടും ജനനത്തിന്റെ മാതാപിതാക്കന്മാർ എന്ന് നാം ചിന്തിച്ചു. എന്നാൽ ഈ വെള്ളം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, പുരോഹിതന്മാര് സമാഗമന കൂടാരത്തിൽ ആരാധനയ്ക്ക് കടന്നു ചെല്ലേണ്ടുന്നത് എങ്ങനെയാണെന്ന് അവിടെ നാം കാണുന്നു. പുറപ്പാട് പുസ്തകം 30-17 മുതൽ, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കഴുകേണ്ടതിനൊരു താമ്ര തൊട്ടിയും അതിനൊരു താമ്രക്കാലം ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിങ്കിൽ അഹരോനും അവന്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അത് അവർക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. അപ്പൊ ഒരു പുരോഹിതൻ സമാഗമന കൂടാരത്തിൽ അഥവാ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യയായിട്ട് ഒരു പിച്ചളത്തൊട്ടിയുണ്ട്. കൊച്ചുഞ്ഞുദേശിയുടെ പാട്ടിലെ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ എന്നുള്ള പാട്ടിലെ ഒരു സ്റ്റാൻസ അങ്ങനെ തന്നെയാണ്. മേശമേൽ എൻ്റെ അപ്പമുണ്ട്, പിച്ചളത്തൊട്ടിയുമുണ്ട് എന്ന് വായിക്കുന്നു, എന്നവിടെ പാടുന്നുണ്ട്. ഇവിടെ ആ പിച്ചളത്തൊട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഈ പിച്ചളത്തൊട്ടി എന്തിനാണ് വെച്ചിരിക്കുന്നത്? സമാഗമന കൂടാരത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ശുശ്രൂഷയ്ക്കായി ഒരു പുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ അവൻ കൈയും കാലും കഴുകിയിട്ട് വേണം അവൻ യാഗം അർപ്പിപ്പാനും അവിടെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനും. അപ്പൊ വെള്ളം ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഏർപ്പെടുത്തിയ ഒരു വസ്തുവാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പൊ നിക്കോദിമോസിനോട് കർത്താവ് ഇത് പറയുമ്പോൾ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറയുമ്പോൾ ഈ വെള്ളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതൊരു ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിക്കോദിമോസ് ഒരു യഹൂദ മത പണ്ഡിതനായിരുന്നത് കൊണ്ട്, പരീക്ഷ പ്രമാണിയായിരുന്നത് കൊണ്ട് അവന് വ്യക്തമായിട്ടും മനസ്സിലായി കാണും. ഇനിയും എസെക്കിയേൽ പ്രവചനം 36-25 കുറച്ചുകൂടെ വ്യക്തമായിട്ട് ജലത്തെ കുറിച്ച് പറയുന്നുണ്ട്. എസെക്കിയേൽ 36-25. 36-25 ഇങ്ങനെ നാം വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. 26-ാമത്തെ വാക്യം: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പൊ 25 എസെക്കിയേൽ പ്രവചനം 36-25 ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങളെ ശുദ്ധീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അപ്പോൾ അവിടെയും വെള്ളം സൂചിപ്പിക്കുന്നത്
ഒരു പുതിയ ഹൃദയം ലഭിപ്പാൻ തക്കവണ്ണം ശുദ്ധീകരണം പ്രാപിക്കുന്നതിനെ കുറിച്ച്. അതിനുശേഷമാ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നീക്കി മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പൊ അവിടെയും പഴയ നിയമത്തില് ഞാൻ പറഞ്ഞല്ലോ, പുരോഹിതൻ സമാഗമന കൂടാരത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുമ്പോൾ അവന് പിച്ചളത്തൊട്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യും കാലും കഴുകി ശുദ്ധീകരിക്കപ്പെട്ടിട്ട് മാത്രം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണമായിരുന്നു. ഇവിടെ എസെക്കിയേൽ പ്രവചനത്തില് ദൈവം തന്നെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, പുതിയൊരു ഹൃദയം തരുമെന്ന്. അപ്പൊ പുതിയൊരു ഹൃദയം പ്രാപിപ്പാൻ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സോ വാട്ടർ വാസ് എ സിംബൽ ഓഫ് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ. ആത്മീകമായി ഒരു വിശുദ്ധീകരണം പ്രാപിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് പഴയ നിയമത്തിൽ വെള്ളത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും 51 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ ദാവീദിന്റെ സങ്കീർത്തനമാണല്ലോ, അനുതാപത്തിന്റെ സങ്കീർത്തനം. 51 സങ്കീർത്തനം, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം. ഇനി 7-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. അവിടെയും ഒരു കഴുകലിന്റെ ആവശ്യത്തെ ചൂണ്ടിക്കാണിക്കുക. ദാവീദ് ഈസോപ്പും മറ്റ് കഴുകലിനെ കുറിച്ച് പറയുന്നെങ്കിലും ഒരു സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ ആണ് അവിടെ ദാവീദ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ വീണ്ടും ജനനത്തിന്റെ ഒരു പ്രീ റിക്വസിറ്റ്, ഒരു മുൻകൂർ വ്യവസ്ഥയാണ് ഒരു ശുദ്ധീകരണം വേണം എന്നുള്ളത്. ഇപ്പൊ വെള്ളം ഒരു ശുദ്ധീകരണ വസ്തുവായി പഴയ നിയമത്തിൽ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിക്കോദിമോസിനോട് ഇത് പറയുമ്പോൾ പഴയ നിയമം വളരെ പഠിച്ചിരുന്ന വ്യക്തിയായിരിക്കും നിക്കോദിമോസ്. കാരണം പരീശന്മാരുടെ കർത്താവ് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരിക്കെ നിനക്കിത് അറിയുവാനായിട്ട് കഴിയുന്നില്ലയോ എന്ന് കർത്താവ് നിക്കോദിമോസിനോട് ചോദിക്കുന്നതിന്റെ കാരണം അതാണ്. നീ യു ആർ എ ടീച്ചർ, ഡോണ്ട് യു നോ ദിസ്? നീ ഇത് അറിയുന്നില്ലയോ? നീ ഒരു ടീച്ചറായിട്ടും നീ ഇത് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി അത് ഒരു ഒരു ബാഹ്യ വസ്തുവായിട്ട് വെള്ളത്തെ കാണുന്നെങ്കിലും അതൊരു ഹൃദയ ശുദ്ധീകരണത്തെയാണ്, ആത്മീയ ശുദ്ധീകരണത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും പുതിയ നിയമത്തില് ഈ വെള്ളത്തെ കുറിച്ച് നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തില് നാം കാണുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. എഫേസ്യ ലേഖനം 5:26, കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് കുടുംബ ഭാര്യ ഭർത്തൃ ബന്ധത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. എഫേസ്യ ലേഖനം 5:26, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ സഭയുടെ വീണ്ടെടുപ്പിനായി ഏൽപ്പിച്ചു കൊടുത്തത് സഭയെ ശുദ്ധീകരിക്കുവാനായിട്ട്, സഭയെ വീണ്ടെടുക്കുവാൻ കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ തേജസ്സോടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സഭയെ നിർത്തേണ്ടതിന്. അവിടെയാണ് പറയുന്നത് വചനത്തോട് കൂടിയ ജലസ്നാനം എന്ന് പറയുന്നു. അപ്പോ അവിടെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു, വചനത്തെയാണ് വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വാക്യം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 6:11. അവിടെയും ശുദ്ധീകരണത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങളും പാപത്തിൽ സഞ്ചരിച്ചിരുന്നവരായിരുന്നു, എങ്കിലും നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും
നിങ്ങളെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കും. അപ്പോ ഞാൻ ഈ സ്പിരിച്വൽ പേരൻസ് ഫോർ ദ റീബർത്ത്, വീണ്ടും ജനനത്തിന്റെ ആത്മീയ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നതിന് വിശദീകരിക്കുന്നതിനാണ് ഈ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും 1 പത്രോസ് 1:23, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:23, 1 പത്രോസ് 1:23 നമുക്ക് പരിചിതമായ വാക്യമാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിക്കുന്നതിന് മുഖാന്തരമായി തീർന്നത് എന്താ? കെടുന്ന ബീജമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ടെർമിനേറ്റിംഗ് സീഡ്, ടെർമിനേറ്റർ സീഡ് അല്ല. അത് മുളപൊട്ടാത്ത വിത്തല്ല. ഈ വചനം ചെന്ന് വീഴുമ്പോൾ അത് വളരുന്ന ഏത് സ്ഥലത്ത് വീണാലും, കർത്താവ് പറയുന്ന ഉപമയിൽ അത് പറയുന്നുണ്ടല്ല, ഈ വചനം മുള്ളിനിടയിൽ വീണതും പാറസ്ഥലത്ത് വീണതും എല്ലാം മുളച്ചു. വഴിയരികിൽ വീണത് മാത്രം പിശാച് കൊത്തിക്കൊണ്ടുപോയത് കൊണ്ട്, പറവകൾ കൊത്തിക്കൊണ്ടുപോയത് കൊണ്ട് മുളയ്ക്കുവാൻ സൗകര്യം ലഭിച്ചില്ല എന്ന് മാത്രം. ബാക്കി ഏത് നിലത്ത് വീണതും മുളയ്ക്കുന്നു. അപ്പോ അതുകൊണ്ട് കെടുന്ന ബീജമല്ല, മുള പൊട്ടാത്ത വിത്തല്ല ഇത്. കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനനത്തിന് മുഖാന്തരമായി തീരുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ ദൈവവചനം കേൾക്കണം. അത് പ്രസംഗത്തിലൂടെയും ദൈവവചന വായനയിലൂടെയും ഒക്കെ ദൈവവചനം കേൾക്കുമ്പോഴാണ് മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ഇനിയും യാക്കോബിന്റെ ലേഖനം 1:18, യാക്കോബിന്റെ ലേഖനം 1:18 നാം അവിടെ കാണുന്നു, യാക്കോബിന്റെ ലേഖനം 1:18, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കും. അപ്പൊ നാം അവന്റെ സൃഷ്ടികൾ ആദ്യ ഫലമാകേണ്ടതിന് ദൈവം തന്റെ ഇഷ്ടം ഹേതുവായി നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത് സത്യത്തിന്റെ വചനത്താലാണ്. വേർഡ് ഓഫ് ട്രൂത്ത്, ദൈവത്തിന്റെ വചനത്താലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനം ജനത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, വീണ്ടും ജനനത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഇനിയും നമ്മുടെ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നാം കാണുന്നു. 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. സത്യത്താൽ വിശുദ്ധീകരിക്കണം. അപ്പോ ഇവിടെ എല്ലാം പറഞ്ഞു വന്നത്, വെള്ളം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സ്പിരിച്വൽ ക്ലെൻസിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനെയാണ്. അത് ദൈവത്തിന്റെ വചനത്താൽ മാത്രമാണ് സംഭവിക്കുന്നത്. വീണ്ടും ജനനത്തിന് മുഖാന്തരമായി തീരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ വാക്യങ്ങളിലെല്ലാം തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത് ആത്മീകമായ ഒരു ക്ലെൻസിങ്ങിനെ കുറിച്ച്, ഒരു വിശുദ്ധീകരണത്തെ കുറിച്ച്, ഒരു ശുദ്ധീകരണത്തെ കുറിച്ചാണ്. അപ്പൊ ആ ശുദ്ധീകരണത്തിന് മുഖാന്തരമായി തീരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ വെള്ളം ശുദ്ധീകരിക്കുന്നത് പോലെ, വെള്ളം എപ്രകാരം ഒരു ശുദ്ധീകരണത്തിനുള്ള വസ്തുവായി തീരുന്നുവോ അതുപോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. ആ വചനം വീണ്ടും വീണ്ടും പഠിക്കുകയും നാം ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ നാളിലേക്ക് നമ്മുടെ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെയും നിങ്ങളെയും പ്രസന്റ് ചെയ്യുന്നത്, ജോൺ സ്റ്റോട്ടി പ്രകാരം പറഞ്ഞിട്ടുണ്ട്, വി വിൽ ബി പ്രസന്റഡ് ആസ് ട്രോഫീസ് ഓഫ് ഹിസ് ഗ്രേസ്. അവന്റെ കൃപയുടെ ട്രോഫികളായിട്ട് പിതാവിന്റെ സന്നിധിയിൽ നമ്മെ നിർത്തുമ്പോൾ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ തേജസ്സോടെ നമ്മെ മുൻനിർത്തേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവന്റെ വചനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യണം. അപ്പൊ നിക്കോദിമോസിനോട് ഇത് പറയുമ്പോൾ നിക്കോദിമോസ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. വെള്ളം എന്ന് പറയുന്നത് എന്താണെന്ന് നിക്കോദിമോസിന് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ പിന്നെയും ഇതെന്നോട് ചോദിക്കുകയാണോ എന്ന് ചോദിക്കുന്നു.
10-ാമത്തെ വാക്യം, യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ എന്ന് കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, യേശു വീണ്ടും അവനോട് തുടരുകയാണ്. 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ കർത്താവ് വീണ്ടും പറയുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. 7-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3:7. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, യു മസ്റ്റ് നോട്ട് ബി സർപ്രൈസ് ദാറ്റ് മൈ സേയിങ് യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. ഞാൻ നിന്നോട് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ട് നീ ആശ്ചര്യപ്പെടരുത്. അതിനുശേഷം കർത്താവ് മറ്റൊരു ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു വിശദീകരണം നൽകുകയാണ്. ആ 8-ാമത്തെ വാക്യം നോക്കിയാൽ കർത്താവ് നൽകുന്ന വിശദീകരണം, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതെവിടെ നിന്ന്, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. അതുപോലെ ആകും വീണ്ടും ജനനം എന്നാണ് കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത്. കാറ്റിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കാറ്റെന്നുള്ള പദം വേദപുസ്തകത്തില് പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് നാം വായിക്കുന്നു. കാറ്റെന്നുള്ളത് റൂഹ് എന്നുള്ള എബ്രായ പദവും ഗ്രീക്കിലും അത് തന്നെ. കാറ്റ് എന്നുള്ളത് ആത്മാവിനെയും സൂചിപ്പിക്കുന്ന പദം തന്നെയാണ്. അപ്പോ കാറ്റ്, അപ്പൊ അതുകൊണ്ടാണ് കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടെ പോകുന്നു എന്നും അറിയുന്നില്ല എന്ന് പറയുന്നത്. വിൻഡ് ബ്ലോസ് wherever it pleases. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ജനനത്തിൽ, ഹോളി സ്പിരിറ്റ് ഈസ് സോവറിൻ. He works as he pleases in the renewal of the human heart. മനുഷ്യന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരമാധികാരത്തെ അവിടെ ചൂണ്ടിക്കാണിക്കും. ആരെ രൂപാന്തരപ്പെടുത്തണം, എപ്പോൾ രൂപാന്തരപ്പെടുത്തണം, എവിടെ രൂപാന്തരപ്പെടുത്തണം, എങ്ങനെ രൂപാന്തരപ്പെടുത്തണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നാം സുവിശേഷം അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ബട്ട് വി ആർ നോട്ട് കോൾഡ് ടു ട്രാൻസ്ഫോം പീപ്പിൾ. മനുഷ്യരെ രൂപാന്തരപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവൃത്തി. രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. He blows wherever it pleases. He transforms wherever he wants to be transformed. ആരെ രൂപാന്തരപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. എന്നാൽ ഇത് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഇത് നിക്കോദിമോസിനോട് പറയുമ്പോൾ നിക്കോദിമോസിന്റെ മനസ്സിൽ ആദ്യമായിട്ട് വന്നത് ഏത് പഴയ നിയമഭാഗമായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തില് 36-ാം അധ്യായം നാം കണ്ടു കഴിഞ്ഞു. അവിടുന്ന് ഒരു വാക്യം നാം വായിച്ചു. എന്നാൽ 37-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങള്, അസ്ഥികൂടങ്ങൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് എസെക്കിയേലിനെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകുന്നു. 37, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അതിനുശേഷം ദൈവം എസെക്കിയേലിനോട് പറയുകയാണ്, നീ ഈ അസ്ഥികളോട് പ്രവചിക്കാനായിട്ട് പറയുന്നു. 9-ാമത്തെ വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ഇവിടെ നാം വായിക്കുന്നത് അസ്ഥികളോട് നീ പ്രവചിക്കാനായിട്ടാ പറയുന്നത്. ദൈവവചനം നീ അസ്ഥികളോട് പറയുക, ചത്ത അസ്ഥികളോട്, ചത്ത് കിടക്കുന്ന അസ്ഥികളോട് പ്രവചിക്കാനായിട്ട് പറയും.
പ്രിയമുള്ളവരെ, അത് തന്നെയാണ് അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ക്രിസ്തു യേശുവിൽ ഉയർപ്പിച്ചു. മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മുമ്പേ നിങ്ങളുടെ ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളാണ്. എന്താ? എല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. അപ്പോ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ചെന്നിരുന്നാൽ, ചില കൂട്ടായ്മയിൽ ഇരുന്നാൽ, മരിച്ച ആളുകളുടെ ഇടയിൽ ഇരുന്നായിരിക്കും പ്രസംഗിക്കും. സെമിത്തേരിയിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ. They all are spiritually dead. ആത്മീകമായി മരിച്ചവരാണ്. അതുകൊണ്ട് ഒരു സെമിത്തേരിയിൽ പ്രസംഗിക്കുന്ന പോലെയാണ്. They have no response at all. അവർക്ക് ഒരു പ്രതികരണമില്ലാതെ ഇരിക്കുന്ന, ആത്മീകമായി മരിച്ച, ദൈവവചനം കേട്ടിട്ടും ഒരു അനക്കവും ഇല്ലാത്ത ജീവിതങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ എസെക്കിയേലിനോട് പറയുന്ന, ഈ അസ്ഥികൾ ജീവിക്കേണ്ടതിന് നീ അവയോട് പ്രവചിക്കുക, കാറ്റിനോട് നീ പ്രവചിക്കുക, കാറ്റ് 4 ദിക്കുകളിൽ നിന്നും വന്ന് ഈ മരിച്ചവർ ജീവിക്കേണ്ടതിന് അവയുടെ മേൽ ഊതട്ടെ. പ്രിയമുള്ളവരെ, അതായിരിക്കാം നിക്കോദിമോസിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. The Lord God formed man out of the dust of the earth and he breathed the life of breath in his nostrils. അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. Then he became a living soul. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം മനുഷ്യനിലേക്ക് പകർന്ന, ദൈവ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ സംഭവമാണ് നാം സൃഷ്ടിയുടെ ആരംഭത്തിൽ വായിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ സാദൃശ്യമില്ലാതെയായി, ആ ആത്മബന്ധം നഷ്ടപ്പെട്ടു. മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു, ആത്മീകമായി മരിച്ചവനായി തീർന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം അതേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തന്നെ, അതേ ഞായറാഴ്ച തന്നെ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് നാം വായിക്കുന്നു, അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിട്ടിരുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നിട്ട്, യോഹന്നാന്റെ സുവിശേഷം 20-19, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു അന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. 22-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 22. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാനായിട്ട് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട്, ദാറ്റ് ഷോസ് ദ റീക്രിയേഷൻ, വീണ്ടും പുനർസൃഷ്ടിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, മരിച്ചവനായിരുന്ന മനുഷ്യൻ, ആത്മാവിൽ മരണം സംഭവിച്ച മനുഷ്യൻ, ദൈവാത്മാവിനോട് പ്രതികരണമില്ലാതിരുന്ന ഡെഡ് സ്പിരിറ്റ് ആയ മനുഷ്യൻ, ആ മനുഷ്യരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാനായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിന്. അതാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിക്കോദിമോസിനോട് ഇത് പറയുമ്പോൾ കർത്താവിന്റെ ക്രൂശീകരണം സംഭവിച്ചിട്ടില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടത്തേക്ക് പോകുന്നു എന്നും നീ അറിയുന്നില്ല എന്ന് പറയും. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ ഊത്ത്, ദ ബ്രെത്ത് ഓഫ് ഗോഡ്, അത് ഇന്ന് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വി റിസീവ് ദ ബ്രെത്ത് ഓഫ് ഗോഡ് ഫ്രം ഹിസ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് ആ ദൈവത്തിന്റെ ശ്വാസം നമുക്ക് ലഭിക്കുന്നത്. 2 തിമോഥെയോസ് 3:16 എന്താ പറയുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ, ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായതാകയാൽ, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ത്ഡ്. എല്ലാ തിരുവെഴുത്തും, ഗോഡ്സ് വേർഡ് came out from his mouth. ദൈവത്തിന്റെ വായിൽ നിന്നാണ് ദൈവത്തിന്റെ വചനം പുറപ്പെടുന്നത്. That is the breath of God that inspired people, 40 authors over a period of 1500 years. 40 എഴുത്തുകാരെ
വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരെ, വിവിധ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നവരെ 1500 വർഷം കൊണ്ട് ദൈവം തന്റെ വചനം എഴുതിപ്പിച്ചു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നടത്തിയതാണ്. 2 പത്രോസ് 1:21 നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് ആസ് ദേ വർ കമ്മീഷൻ ബൈ ദ ഹോളി സ്പിരിറ്റ്. അത് NIV-യില്, ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇംഗ്ലീഷ് പറയുന്ന ആസ് ദേ വർ ക്യാരിഡ് അവേ ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒരു കാറ്റത്ത് ഒരു കരിയില പറക്കുന്നത് പോലെ ഈ ദൈവവചനം എഴുത്തുകാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയി എഴുതിച്ചതാണ്. അത് ഗ്രീക്ക് ഭാഷയിൽ, അതിന്റെ മൂലഭാഷയിൽ ആസ് ദോ ദേ വർ ക്യാരിഡ് അവേ ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള വാക്ക് ഒരു പായ കെട്ടിയ വള്ളം കാറ്റ് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് പോലെ ഈ തിരുവചന എഴുത്തുകാരെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് അവരെ നയിച്ചു, അവരെ കൊണ്ട് എഴുതിച്ചു. ഇന്ന് നമുക്ക് ആ ഊത്ത്, ദൈവത്തിന്റെ ശ്വാസം ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ. ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. ആ ശുദ്ധീകരിക്കുന്ന വചനം നമ്മെ കഴുകുന്നു. നിന്റെ വചനം സത്യമാകുമല്ലോ, നിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ എന്ന് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയില് കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആ വചനം, അതുകൊണ്ടാണ് ദിനംതോറും ഈ വചനം, നമ്മുടെ ആത്മീയമായ ജനനം ദിനംതോറും ആ ഒരു റിന്യൂവൽ സംഭവിക്കണം, ആ ഒരു വീണ്ടും ജനന പ്രക്രിയ ഡെയിലി സംഭവിക്കണം. അതിനുവേണ്ടി എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത്, അനുസരിക്കാനായിട്ട് പഠിക്കണം, കേൾക്കുവാൻ ഉൾക്കൊള്ളുവാനായിട്ട് പഠിക്കണം. ആ ദൈവത്തിന്റെ ശ്വാസം നമ്മിലേക്ക് പകരും. അന്ന് ദൈവത്തിന്റെ ദാസന്മാരെ തിരുവചനം എഴുതുവാനായിട്ട് ദൈവത്തിന്റെ വചനം അവരെ പ്രചോദിപ്പിച്ചെങ്കിൽ, ഇൻസ്പയർ ചെയ്തെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ God's Holy Spirit will illumine our hearts. They were inspired by the Holy Spirit. The scripture authors of the scripture were inspired by the Holy Spirit, whereas while we read now or today, we will be illumined by the Holy Spirit. അന്ന് തിരുവെഴുത്ത് എഴുതിയവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചെങ്കിൽ, അവരെ നയിച്ചുവെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ഈ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയാണ്. ആ പ്രകാശനം നൽകി തരും. ആ പ്രകാശനം നമുക്ക് ലഭിക്കണം ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും. അങ്ങനെയാണ് വീണ്ടും ജനനം എന്ന പ്രക്രിയ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ഈവന്റ്. ഒരിക്കൽ സംഭവിക്കുന്ന ഒരു സംഭവമല്ല ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് ഇൻ അവർ ലൈഫ്. പരിശുദ്ധാത്മാവ്, അതുകൊണ്ടാണ് എഫേസ്യർ 5:18 പറയുന്നത് കീപ് ഓൺ ബീങ് ഫിൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. കീപ് ഓൺ ബീങ് ഫിൽഡ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. തുടർമാനമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിന്റെ വചനം പഠിച്ച് ധ്യാനിച്ച് ദൈവവചനത്താൽ നടത്തപ്പെടുന്നവരായിട്ട് തീരണം. എന്നാൽ നമുക്കറിയാം, യഹൂദ മത മേധാവികളും ശാസ്ത്രിമാരും ഒക്കെ ദൈവവചനം ധാരാളം പഠിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം അടുത്ത അധ്യായമാണ്, നമ്മൾ ഒരു പേജ് മറിച്ചാൽ മാത്രം മതിയാവും. 5-ാം അധ്യായത്തിന്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. യു എക്സാമിൻ ദ സ്ക്രിപ്റ്റേഴ്സ്. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവരെ നിത്യജീവൻ ഉണ്ടെന്ന് നിരൂപിച്ചാണ് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നത്. തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നു. കർത്താവ് പറയുകയാണ്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിൽ. കർത്താവിന്റെ അടുക്കലേക്ക് വരാതെ ജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ഇറ്റ് ഷുഡ് ബി എ ഡെയിലി എക്സ്പീരിയൻസ്. വി ഷുഡ് ഡ്രോ നിയർ ടു ഗോഡ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള മാർഗം എന്തോ? ദൈവവചനത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം, ദൈവവചനം ധ്യാനിക്കണം. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കും. ശാസ്ത്രിമാരും അന്നത്തെ പ്രമാണിമാരും ഒക്കെ പഴയ നിയമം പഠിച്ചുവെങ്കിലും അവർക്ക് ആർക്കും യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. നിത്യജീവൻ ഉണ്ടെന്നൊക്കെ അവർ നിരൂപിച്ചു, പക്ഷെ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലും ഇത് തന്നെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ന്റെ 29 കർത്താവിന്റെ അടുക്കൽ വന്നേച്ച് കർത്താവിനെ കൊടുക്കുവാനായിട്ട് ചോദിക്കുന്നു.
ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചു, അവൻ മരിച്ചു, അവന്റെ സഹോദരൻ കഴിച്ചു, അങ്ങനെ 7 പേര് വിവാഹം കഴിച്ചു. ആ 7 പേര് ഒരു സ്ത്രീക്ക് ഭർത്താവായി തീർന്നു. അപ്പോൾ വീണ്ടെടുപ്പ് നാളിൽ, പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയായി തീരുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി എന്താണ്? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകും. യു ഡു നോട്ട് നോ ദ സ്ക്രിപ്ചേഴ്സ് ആൻഡ് ദ പവർ ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, ദൈവം അതിന് ഇന്നത്തെ കാലത്ത് സെമിനാരികളിലും ബൈബിൾ കോളേജുകളിലും ഒക്കെ ഒത്തിരി പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഹെഡ് നോളജ് അങ്ങ് ഒത്തിരി കൂട്ടുന്നുണ്ട്. ബട്ട് ദേ ഡോണ്ട് എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ഗോഡ്. ദൈവശക്തി അറിയാത്തത് കൊണ്ട് ദൈവവചനം അവർക്ക് ഉപകാരമായിട്ട് വരുന്നില്ല. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. കർത്താവ് അത് പറയുകയാണ്. നിക്കോദിമോസിനോട് മാത്രമല്ല, നിക്കോദിമോസിനെ റെപ്രസെന്റ് ചെയ്യുന്ന നിക്കോദിമോസ് ഞങ്ങൾ എന്ന് പറഞ്ഞാണല്ലോ തന്റെ സംഭാഷണം ആരംഭിക്കുന്നത്. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നത് ഒരു പ്ലൂറല, ബഹുവചനത്തിലാ പറയുന്നത്. നോട്ട് ഓൺലി നിക്കോദിമോസ്, ഇറ്റ് അപ്ലൈസ് ടു ഓൾ ദ ടീച്ചേഴ്സ് ഓഫ് ദ ലോ ഇൻ ഇസ്രായേൽ. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഇസ്രായേലിലെ എല്ലാ ഉപദേഷ്ടാക്കന്മാർക്കും ബാധകമാകുന്ന രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരുന്നിട്ടും നിങ്ങൾ ഈ തിരുവചനം അറിയുന്നില്ല. കാരണം നിങ്ങൾ ദൈവശക്തിയെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇന്നും നമുക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം അതാണ്. പലപ്പോഴും നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും, നോട്ട്സ് എഴുതും, ബൈബിൾ ക്യൂസിനൊക്കെ പഠിക്കും, കുറെ പേരുകൾ പഠിക്കും, ചില വാക്യങ്ങൾ പറയുവാനായിട്ട് കഴിയും. എന്നാൽ പരിശുദ്ധാത്മ ശക്തി കൂടാതെ ദൈവത്തിന്റെ വചനം തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് ആ സത്യം വെളിവാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്കൊന്നുകൂടെ നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ആത്മീയ മാതാപിതാക്കന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും. നാം ദൈവത്തിന്റെ വചനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരും. ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി, പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിടപ്പെട്ടവരായി. എന്തിനു വേണ്ടിയാ മുദ്രയിടുന്നത്? വീണ്ടെടുപ്പ് നാളിലേക്ക്, അൻറ്റിൽ ദ ഡേ ഓഫ് റിഡംഷൻ. പരിശുദ്ധാത്മാവ് ഒരു പണി ആരംഭിച്ചാൽ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് വെച്ചിട്ടേച്ചൊന്നും പോകത്തില്ല. നമ്മളൊരു കോൺട്രാക്ട് കൊടുക്കുന്ന പോലെ ഒന്നും അല്ല. ഒരു പണി ആരംഭിച്ചിട്ട് ഈ പണി എനിക്ക് ഇനിയും ചെയ്യാൻ കഴിയത്തില്ല, ഇത് ഇച്ചിരി ബുദ്ധിമുട്ട് പണിയാണെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഒരു ജീവിതത്തിൽ നിന്ന് വിട്ടുപോകത്തില്ല. എന്നെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരംഭിച്ചെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം ആരംഭിച്ചെങ്കിൽ, ആ വീണ്ടെടുപ്പ് പ്രക്രിയ കർത്താവിന്റെ നാൾ വരെയും തികയ്ക്കും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഞാനും നിങ്ങളും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ തേജസ്സോടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവകൃപയുടെ ട്രോഫികളായി നിൽക്കേണ്ടതിന് കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ പ്രക്രിയ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാനും നിങ്ങളും പാപത്തിൽ വീണാൽ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തും. അതുകൊണ്ടാണ് ദൈവമക്കളെ ശോധനയിലൂടെ കടന്നു, ദൈവമക്കളെ ശിക്ഷയിലൂടെ കടന്നു. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായിട്ട് നമ്മെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.